ഗോസിപ്പിന്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആഘോഷിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നിൽക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ ന്യൂ ഇയറിന് ഭയങ്കര ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ന്യൂ ഇയർ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ഒക്കെയാണ്. 2015 നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എന്താണ് അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ ഒരു വർഷമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെടാ, എനിക്ക് ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. 14 പേര് ആക്സിഡന്റിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടു, മരിച്ചു. അപ്പം അതൊക്കെ ഒരു ഭയങ്കര വിഷയം തന്നെയാണ് തോന്നുന്നു അല്ലേ? എന്ത് ആഘോഷം വന്നാലും മലയാളികൾക്ക് മദ്യമില്ലാതെ പറ്റില്ല എന്ന് പറയുന്നതാണ്. മദ്യപിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അതൊക്കെ മദ്യപാനം തന്നെ തെറ്റാണ്. ബിക്കോസ് അത് നമ്മൾ നേരത്തെ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ ബന്ധങ്ങളെ ഒക്കെ തകർക്കും. മാത്രമല്ല കോമഡിക്കാർ പറയുന്ന പോലെ അമ്മ മരിച്ചു എന്ന് കേട്ടാലും പറയും കുപ്പി ഓടിക്കട എന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളികൾ. പേര് നമുക്കുണ്ട്. അപ്പൊ ഈ ചീത്തപ്പേര് നമ്മൾ മാറ്റിയെടുക്കണം. അടുത്ത 2015 അതിനൊരു തുടക്കമാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി 2015 ഒരു ന്യൂ ഇയർ വിശ്വാസം നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം ഞങ്ങള് പുതിയ ഗോസിപ്പായിട്ടാണ് 2015 സ്റ്റൈലൊന്ന് മാറ്റി വേറൊരു ടൈപ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ആ ടൈപ്പ് സൂര്യ പറഞ്ഞുതരും, എനിക്കറിയില്ല. അല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സംഭവമൊക്കെ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം കൊണ്ടുവന്ന സാധനം ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഗോസിപ്പിലേക്ക് സ്വാഗതം. ഗോസിപ്പ് എന്തോ ഒരു സൂപ്പർ ഗോസിപ്പ് വന്നിട്ടുണ്ട്. പറഞ്ഞു. ഒരു സൂപ്പർ ഗോസിപ്പ് പറയുമ്പോ അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നീ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന ഗോസിപ്പ് പെണ്ണിനെ കുറിച്ചല്ലേ? ഒരു പെണ്ണിനെ കുറിച്ചല്ലേ? ഒരു പെണ്ണിനെ കുറിച്ചാ അല്ലേ? അല്ല, ഗോസിപ്പ് ഒരു പെണ്ണിനെ കുറിച്ചാണോ? ഓക്കെ, നീ പറയാൻ ഇത്ര ആക്രാന്തത്തോടെ പറയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പെണ്ണിനെ കുറിച്ച് പെണ്ണുങ്ങൾക്ക് കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടം. പെണ്ണിനെ കുറിച്ച് മാത്രമല്ല, ഒരു ആണിനെയും കൂടി കുറിച്ചാണ്. എന്റെ പേരുള്ള ആളാ. അത്രയും വൃത്തികെട്ട പേരുള്ള ആളുകളുണ്ട്. എടാ, എന്റെ പേരുള്ള വേറെ ആരെന്ന് എനിക്കറിയില്ല. എന്റെ പേരുള്ള ആളെ നിങ്ങൾക്കും അറിയില്ല? അതാ ചോദിച്ചാ. എന്റെ പേരെന്താ? എന്റെ പേര് നമസ്തേ. ഒന്നും പറഞ്ഞില്ല. അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് സൂര്യാണ്. അതെ, സൂര്യാണ്. സൂര്യ. എന്നാലും എനിക്ക് ആ അദ്ദേഹത്തോട് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത്രയും വലിയ ഒരു ആളുടെ പേര് ഇത്രയും വലിയൊരു വ്യക്തിക്ക് ഇട്ടല്ലോ എന്നൊരു വിഷമം മാത്രമേ. ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യ ഇപ്പൊ അഭിനയ ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? സൂര്യ ഇപ്പം 10-20 കൊല്ലമായി കാണുമല്ലോ. എനിക്കിപ്പോ അത്രയും വയസ്സുണ്ടായി. എന്റെ പേര് കോപ്പിടിച്ചിട്ടാ പുള്ളിക്കാരനുണ്ട്. അല്ലാതെ പുള്ളിക്കാരന്റെ പേര് ഞാനൊന്നല്ലട്ടെ. അങ്ങനെ പറയാലോ. 2015 ആയപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചിന് എന്തെങ്കിലും മാറ്റം വരുന്നു. ഒരു മാറ്റമില്ല, കുറഞ്ഞു പോകുന്നു. വളർച്ച മാത്രം സംഭവിക്കുന്നുണ്ട്. അത് എനിക്കൊരു നല്ല സൈനാണ്. കാരണം ഇത് ആരെ കുറിച്ചോ കുറ്റം പറയാൻ വേണ്ടി വന്നല്ലേ? പറഞ്ഞില്ലല്ലോ. നയൻതാരനെ പറ്റി സൂര്യ പറഞ്ഞു. നയൻതാരക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു. ക്യാരക്ടറിലും അപ്പിയറൻസിലും പിന്നെ അഭിനയത്തിലും എല്ലാം കൊണ്ട് നയൻതാര ഒരു പുതിയ ആളായി. പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ ലാലേട്ടന്റെ കൂടെ തുടക്കം കുറിച്ച വ്യക്തിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, മലയാളത്തിൽ 3-4 പടം ചെയ്തതിലൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര പക്വതയുള്ള അല്ലെങ്കിൽ ഒരു പാവം നാടൻ പെണ്ണായിരുന്നു. പക്ഷെ എന്നാലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഒരു ചുരിദാറൊക്കെ ഇട്ട് വരുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. തമിഴിലേക്ക് പോയപ്പം ആ പെൺകുച്ചിന് ചുരിദാർ വേണ്ട, ചുരിദാറിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞ് ഇപ്പൊ മൊത്തത്തിൽ മുറിഞ്ഞ് വേണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നയൻതാര. പക്ഷെ നയൻതാര എങ്ങനെ ആയിക്കോട്ടെടാ, എനിക്ക് നയൻതാരനെ ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു ആക്ട്രസ് ആണ്. ബോഡി ഗാർഡിലൊക്കെ സത്യം പറയട്ടെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നീ എന്തിനാ കുറ്റം പറയാൻ നിൽക്കുന്നത്? അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഞാൻ കുറ്റം പറയും. ഞാൻ കുറ്റം പറയുന്നില്ലേ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പിന്നെ
എന്ന് 2015 ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും സ്നേഹം പങ്കുവയ്ക്കുക. അതെ അതെ, ആരും കുറ്റം പറയാതിരിക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ 2015 തുടക്കം തൊട്ട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാലും നമ്മുടെ സൂര്യ ഒരു അവരുടെ ഏതൊരു പടത്തിന്റെ പേരെന്തായിരുന്നു? പണ്ട് സൂര്യന്റെ കൂടെ നയൻതാര സൂര്യനും കൂടി ചെയ്ത മൂവീസ് ഏതൊക്കെയായിരുന്നടാ? ഒന്ന് നമ്മുടെ ഗജനി, ഒന്ന് പിന്നെ ഏതായിരുന്നു ആദവൻ. രണ്ട് ചെയ്തതിനേലും കൂടുതൽ ഇംപ്രൂവ്മെന്റ് പുതിയ മൂവി മാസിലിപ്പം സൂര്യനിപ്പം വരുന്നുണ്ട്. അതില് സൂപ്പർ ആയിട്ട് നയൻതാരന്റെ ഒരു ഉദയനിധിയും നയൻതാരയും കൂടെ താരജോഡികളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടത്തിന്റെ ഓഡിയോ റിലീസിനാണ് സൂര്യ പറഞ്ഞത്. ഒരുപാട് മാറിപ്പോയി, ഭയങ്കര പക്വതയുള്ള അഭിനയമൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, അത് നീ പറയണ്ട, അതെല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് ഉണ്ട്, നയൻതാരന്റെ ഒരു പാട്ടാണ്. സൂര്യം നയൻതാരനെ ഇത്രയും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഞാനിത്ര പൊക്കി പറഞ്ഞില്ലേ, ഒരു നല്ലൊരു നയൻതാരന്റെ അടിപൊളി പാട്ട് കണ്ടത്. സൂര്യ, എന്തോ ആദ്യം നമ്മളൊരു പെൺകുട്ടീനെ കുറ്റം പറഞ്ഞില്ലേ? രണ്ടാമത് ഒരു പെൺകുട്ടീനെ കുറ്റം പറഞ്ഞാലോ? രണ്ടാമതൊരു പെൺകുട്ടീനെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടീനെ കൂടി കുറ്റം പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. പെൺപിള്ളേരെ കുറ്റം പറയുമ്പോൾ എന്തൊരു സന്തോഷം. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവൻ അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേ എനിക്കൊരു ഭയങ്കര ഒരു കുളിരാണ്. എന്തായാലും ഇനിയൊരു അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ 2015 ആയല്ലോ. 2015 സൂര്യ ഒരാളെ പ്രണയിക്കുന്നു. 2016 പുള്ളിനെ വിടുന്നു. പിന്നെ ഒരുപാട് പേരെ പ്രണയിക്കുന്നു. 6 മാസം പ്രണയിക്കുള്ളൂ. 2 ദിവസം. പേരെന്തെന്ന് പറഞ്ഞു? സൂര്യൻ തന്നെയല്ലേ? ഐശ്വര്യ. എനിക്ക് അങ്ങനെ സംശയം ഐശ്വര്യക്ക് മാത്രം 2 ദിവസം പ്രണയിക്കാൻ പറ്റുള്ളൂ. സ്വന്തം മുഖം ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുകയാണെങ്കിൽ സൂര്യ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകില്ല എന്നാണ് വിശ്വാസം. ഭയങ്കരം തന്നെ. ഇവൻ സെക്കൻഡിലാണ് പ്രണയിക്കുന്നത്. ഞാൻ 2 ദിവസം പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പറഞ്ഞു വന്നത് ആരെ കുറിച്ചുമല്ല, നമ്മുടെ സ്വന്തം റായ് ലക്ഷ്മിനെ പറ്റി. ലക്ഷ്മി റായി ആയിരുന്നു പേരൊക്കെ മാറ്റി റായ് ലക്ഷ്മി. ലക്ഷ്മി റായിനെ കുറിച്ച് കുറ്റം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ലാസ്റ്റ് ടൈം നമ്മൾ പുള്ളിക്കാരത്തിന്റെ ഒരു വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും അത് നല്ല രസമായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു എന്തെങ്കിലും പിക്ചറും അതും ഇതൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. ഇല്ലെങ്കിൽ പ്രണയമായിട്ട് വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇവിടെയൊക്കെ കാണിച്ച് അങ്ങനെയും വരും. എന്തെങ്കിലുമൊക്കെ കാണിക്കണം പുള്ളിക്കാരത്തേക്ക്. അല്ല, അതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരത്തിനെ മറക്കുന്നില്ലല്ലോ, സിനിമകളില്ലെങ്കിലും മറക്കുന്നില്ലല്ലോ. പേര് ലക്ഷ്മി റായ് എന്നുള്ളത് മാറ്റി റായ് ലക്ഷ്മി എന്നിട്ടാൽ സ്വഭാവം മാറും. എന്തായാലും നമ്മുടെ റായ് ലക്ഷ്മി ധോണിയുമായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഭയങ്കര പ്രണയമായിരുന്നു. പ്രണയമൊക്കെ കഴിഞ്ഞ കത്തി ജ്വലിച്ചിരിക്കുന്ന സമയത്ത് രണ്ടുപേരും പിരിഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ ധോണിക്ക് അന്നേരമാണ് ഐഡിയ കത്തിയത്. ഇവിടെ ഒന്നും കെട്ടിക്കഴിഞ്ഞ കുടുംബം പിടിഞ്ഞു വന്നു വിചാരിച്ചു അപ്പോഴേ പുള്ളി ഓടിപ്പോയി വേറെ കല്യാണം കഴിച്ചു. അതോട് പക്ഷെ ഇപ്പോഴും ധോണിയുമായിട്ട് പ്രണയത്തിലാണ്. ഇവരുടെ ചില രംഗങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ചർച്ചാ വിഷയമായ. ഏത് ഇന്റർവ്യൂവിന് പോയാലും അതിലൊരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ധോണിയും ലക്ഷ്മിയും പിരിയാനുള്ള കാരണം എന്ത്? ഇത് കേട്ടും അടുത്ത ലക്ഷ്മി റായ് ഇപ്പൊ പറയാണ്, ഞാൻ ഇതിന് ശേഷം നീ പറഞ്ഞു. അതെ, മൂന്നാല് സ്വഭാവം ഇടയ്ക്ക് ഇവളുടെ സ്വഭാവമായിട്ട് മാച്ചബിൾ ആയതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ധോണിക്ക് ശേഷം പിന്നെ ലക്ഷ്മി റായ് 3-4 പേരെ പ്രേമിച്ചു. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. അതെ, കണ്ടുപഠിക്കണം, പഠിച്ചേ പറ്റൂ. കഴിവാണ്, കഴിവ്. എന്തായാലും പക്ഷെ അവരെ കുറിച്ചും ആരെ കുറിച്ചും ആർക്കും ഒരു അറിവുമില്ല. പ്രണയിച്ചു എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ധോനിയെ അപ്പൊ നമ്മൾ ചോദിച്ചോണ്ടിരിക്കും. ബാക്കിയുള്ളവരെ നമുക്കറിയാം. പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഒരു പശ്ചാത്താപം എന്താണെന്നറിയോ? എനിക്കൊരു 2 മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 2 മക്കൾ പിന്നെ ചോദിക്കില്ല ചെറുപ്പത്തില്, അമ്മ ഈ ധോണിയായിട്ട് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിക്കൂലേ? അത് ഭയങ്കര മോശമല്ലേ എന്ന് പുള്ളിക്കാരത്തി മാധ്യമപ്രവർത്തകരോട് ചോദിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ 4-5 പേരെ ഇത് കഴിഞ്ഞും പ്രണയിച്ചു. അതൊന്നും പ്രശ്നമല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ വിളിച്ചു പറയുന്നത്. നമുക്ക് എന്തായാലും ഗോസിപ്പ് പറയാനോ കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലക്ഷ്മി റായ് ഇപ്പൊ ഫ്രീ ആണെങ്കിൽ ഞാനിവിടെ ഫ്രീ എന്റെ നമ്പറൊക്കെ വേണേ തരാം. എടാ, എന്റെ ലക്ഷ്മി റായിന്റെ നമ്പർ ഉണ്ട്. ഈ ഷോ കഴിഞ്ഞ ഉടനെ നമുക്ക് ലക്ഷ്മി റായിന്റെ വിളിച്ച് പറയണം. സെബാന് ലക്ഷ്മിനെ ഇഷ്ടമാണ്. താങ്ക് യു. അപ്പം എന്തായാലും നമ്മുടെ ലക്ഷ്മി ഇത്രയും നേരം കുറ്റം പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പിന്നെ ലക്ഷ്മി ഒരു കാര്യം കൂടി പറഞ്ഞു. ലക്ഷ്മിക്ക് ഇനി വേറെ ആരെയും പ്രേമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മിക്ക് ഒറ്റ പ്രണയമുള്ളൂ, അത് സിനിമയോട് മാത്രമാണ്, അഭിനയം മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ള കാരണം ഞാനൊന്ന് ആഗ്രഹിച്ചു വന്നതായിരുന്നു. സിനിമയെ എങ്കിലും പ്രണയിച്ച മതിയായിരുന്നു പുള്ളിക്കാരത്തി, ആത്മാർത്ഥമായിട്ട്. അപ്പം എന്തായാലും നമുക്ക് സിനിമയെ പ്രണയിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ ഗോസിപ്പോടെ വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ്സ് എ ഗോസിപ്പ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ആദ്യം ഇപ്പൊ ഒരു പാട്ട് കേട്ടല്ലേ ഉള്ളൂ. ഓ ശരി, അതിന് വീണ്ടും അടുത്തതിൽ കാണാം. അപ്പം ദാറ്റ്സ് എ ഗോസിപ്പ്.
സെബാനെ ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഒരു സെബാനേ ഉള്ളൂ. അല്ല, ഞാൻ ഈ സന്തോഷം കൊണ്ട് നിന്നെ വിളിക്കുന്നതാണ് ഇങ്ങനെ. അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് നീ കുറച്ചൊരു ഇത് താ. എന്താ വേണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ പട്ടികയിൽ മൂന്നാമത്തെ ഒരാളെ കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. പട്ടിക മീൻസ് എന്റെ ഒരു ഹൃദയത്തിൽ മൂന്നാമത്തെ ഒരാളുടെ പേര് കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. ലക്ഷ്മി റായിക്ക് പ്രേമം പോലെയല്ല എന്റേത്. അതല്ലേ ഞാൻ പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പർ സ്റ്റാർ ആണ് ഷാറൂഖ് ഖാൻ, രണ്ടാമത് അമീർ ഖാൻ. ഇപ്പൊ ഞാൻ ആ പട്ടികയിലേക്ക് മൂന്നാമത് ഒരാളെയും കൂടി എഴുതി ചേർത്തു. അയാളുടെ പേരാണ് വിക്രം. എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. സൂര്യനെ ഞാൻ നയൻതാരേനെ ഇഷ്ടം പറഞ്ഞു. എനിക്ക് സൂര്യനെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ എഴുതി ചേർത്ത മൂന്നാമത്തെ അല്ല, ഈ ഒരു ബോക്സ് അല്ല, ഒന്നുമില്ല, അതൊന്നുമില്ല, അങ്ങനെയൊന്നും ചോദിക്കരുത്. എന്തായാലും പറഞ്ഞു വന്ന കാര്യം തന്നെ വിക്രമിന് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിക്രമിന് ഭ്രാന്താന്ന് പറയുന്നു. വിക്രമിന് ഭ്രാന്തല്ല, അത് അയാളുടെ ക്രേസ് ആണ്. ഭ്രാന്താന്നോ? ഞങ്ങളുടെ നാട്ടിൽ ഭ്രാന്താന്ന് പറയാൻ ഒരു അസുഖമാണ്. ഡിജിറ്റാണ് അന്തരപടി ആശുപത്രിയിലാണ് ചങ്ങലക്കിടും. നിങ്ങൾ ക്രേസ് ആണോ പോയി? ഈ മലപ്പുറത്തൊക്കെയാണോ ഈ ക്രേസ് എന്ന് പറയുന്ന സാധനം? ക്രേസിന് ഉദ്ദേശം എന്താ വെച്ചാൽ ഒന്ന് ആലോചിക്കണം. വിക്രം നമ്മുടെ ഐ മൂവിക്ക് വേണ്ടിട്ട് അതിൽ ഫസ്റ്റ് ഗെറ്റപ്പ് എന്താന്ന് വെച്ചാൽ ഭയങ്കര അർണോൾഡിന്റെ പോലെ കുറെ മസിലൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡർ ആയിരുന്നു. അതിനു വേണ്ടി വിക്രം ഓവർ വെയിറ്റ് ആക്കി. നിന്നെ പോലെ പറഞ്ഞ ഞാൻ വിക്രമിനെ അധിക്ഷേപിക്കുന്നില്ല. വിക്രം ഓവർ വെയിറ്റ് ആക്കി. അത് കഴിഞ്ഞ് അതേ സെയിം മൂവിയിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി വിക്രം അണ്ടർ വെയിറ്റ് ആക്കി. ഒന്നും മനസ്സിലായില്ല? മനസ്സിലായില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. ആദ്യത്തെ കുറച്ച് പോർഷനിൽ വിക്രം ഭയങ്കര ബോഡി ബിൽഡർ ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പിലായിരുന്നു. ദെൻ ശങ്കർ പറഞ്ഞിട്ടൊന്നുമില്ല, ബോഡി രണ്ടാമത്തെ ഒരു വികൃത ജീവിയായിട്ടാണ്, ഒരു രൂപമുണ്ട്, ഒരു രൂപമുണ്ട്. അപ്പം അതിനു വേണ്ടിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഞാൻ വണ്ണം കുറയ്ക്കാം എന്ന് പറഞ്ഞ് പോയി 10-45 കിലോ കുറച്ചിട്ട് തിരിച്ചു വന്നു. പുള്ളിക്ക് എന്താ പറയാ, ഈ ഒരു ഐ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അതുപോലെ പുള്ളി ശങ്കർ പറയുന്നത് ഇതുപോലെ ഒരു അഭിനയത്തോട് ഇത്ര ഭ്രാന്തുള്ള ഒരു വ്യക്തി വേറെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ എന്തായാലും വിക്രമിന്റെ ഈ ഒരു ഇത്രയും മനസ്സറിഞ്ഞ ഹാർഡ് വർക്ക് ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്കൊന്നറിയോ, ലോകത്തിലുള്ള എല്ലാ മലയാളീസും തമിഴും തെലുങ്കും ഒക്കെ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ശങ്കറിന്റെ മൂവി എന്ന് പറയാം, റോബോട്ട് അറിയാം എത്രത്തോളം ഹിറ്റായി, വേൾഡ് വൈഡ് ആണ് അത് റിലീസ് ചെയ്തത്. അപ്പൊ അയിന്നൊക്കെ പറയുമ്പോ ആ ഒരു ഇതും പിന്നിട്ട് പോട്ടെ അല്ലേ, ശങ്കറിന്റെ മൂവീസ് എല്ലാം ഐ മീൻ മുന്നോട്ട് പോട്ടെ. എന്റെ ദൈവം എന്തിനൊക്കെ എന്തോ പറയും. എന്തായാലും നമുക്ക് ഐക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാം. അപ്പൊ നമ്മൾ ഈ ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. ഗോസിപ്പ്.